ഹലോ അസ്സലാമു അലൈക്കും. ഇതൊക്കെ എല്ലാവരുടെ വിശേഷങ്ങളും സുഖമല്ലേ? നമുക്കിവിടെ സുഖമാണ് കേട്ടോ, അൽഹംദുലില്ലാ. അപ്പം ഇന്ന് നമ്മളെ തറവാട് വീട്ടിലൊരു നോമ്പത്തുറുണ്ട്. അതിനെ പറ്റിയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടോ. അപ്പം ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. പുതുതായി കാണുന്ന കൂട്ടുകാരും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പം ഇന്നൊരു പണി ഏറെ കിട്ടിയിരിക്കണ്. വെള്ളത്തിൻ്റെ പണി. അപ്പോൾ അയൽവാസിൻ്റെ വീട്ടിൽ നിന്ന് ഓസിട്ട് കാണ്ട് കുറച്ച് വെള്ളം എടുക്കുകയാണ്. അപ്പം നമ്മളെ കിണറ്റിൽ പൂച്ച ആടിയിരിക്കണ്. പൂച്ച ആടിയിട്ട് പൂച്ച ചത്തകണ്. പൂച്ചൻ്റെ നൊലോളിയൊന്നും കേട്ടിട്ടില്ല. വലയൊക്കെ ഇട്ട കിണർ തന്നെയാണ്. അപ്പോൾ കാണാൻ കഴിഞ്ഞില്ല. ചത്തിട്ട് പൂച്ചനെ ഒരു എണ്ണം വന്നുകാണ്ട് എടുത്തു. പക്ഷെ കുറേ വെള്ളം ഉള്ളതുകൊണ്ട് വെള്ളം വാർക്കണം. അതിനിപ്പോൾ പണിക്കാരെ കിട്ടിയിട്ടില്ല. പെരുന്നാൾ കഴിയട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ പുറത്തുനിന്ന് എടുക്കുകയാണ് കേട്ടോ. പറ്റൂല. വിരുന്നേര് നോമ്പറക്കാൻ വന്നതാണിപ്പത്. ആങ്ങൾക്ക് ബത്തക്കൻ്റെ ട്രിപ്പുണ്ട്. അവന് ദോസ്ത് വണ്ടിയാണ്. അപ്പോൾ അത് കേടുന്നതൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ കോഴിക്കൊക്കും പൂച്ചകളൊക്കെ ഉണ്ട് ഇവിടെ ഇഷ്ടം പോലെ. ഓൽക്കൊക്കെ കൊടുന്നിട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് നല്ല ഏലൂടൊക്കെ കണ്ടുപിടിച്ചേക്കണത്. അല്ല 10 മണിക്ക് ഭയങ്കര സ്റ്റാൻഡിൽ എത്തിക്കണ കാരണം ഇതാരെ എവിടെയാണ് ജെ? ആ ശരി. അത് കിട്ടിയ ഡ്രസ് കിട്ടിയാ? എനിക്ക് കിട്ടിയില്ല. മിഥുന് കിട്ടിയില്ല. ഇത്രയും നേരം എവിടെ ഏത് കളിയിലാണ് കയറിയത്? ഏകദേശ കടകളിലൊക്കെ ഞാനീ കുറച്ചായി ഇപ്പൊ ഞാൻ എന്റെ കുച്ചിനൊക്കെ ഹൈദരാബാദിൽ നിന്ന് നോമ്പെട്ടിനായിട്ട് നല്ല രസമുണ്ട്. തുണി എടുത്ത് അടുപ്പിച്ചതാ? നസീമീന്ന് അവിടെ തന്നെ എടുത്താണ്ട് അവിടെ തന്നെ അടുപ്പിച്ചു. ഇപ്പൊ ഇങ്ങനത്തെ തുണിക്കടന്റെ മുന്നിലൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേക്ക് വെച്ചേക്കണില്ല ഇങ്ങനത്തെ ഡ്രസ്സ്. ഇതിക്ക് ഷാളും ഇല്ലേ? ഇതന്നെ സെയിം അതന്നെ. ഷിബുക്ക് എന്താ പരീക്ഷക്കാരില്ല? അല്ല എന്റെ മോനെ ചേർത്തില്ലേ? എനിക്കറിയാം ചേർത്തിയത്. ആ കച്ചേരി പഠിക്കില്ല മദ്രസ. നല്ല മദ്രസാണ്. അടുത്തല്ലാകുമ്പോ ഏറും. ഇവിടെ ഡിയമ നെല്ലിപ്പറമ്പിൽ തന്നെ ഉണ്ട്. നിങ്ങളെ പുത്തനങ്ങാടിത്തെ മെസ്സേജ് പരസ്യം ഇങ്ങനെ വരുന്നുണ്ടല്ലോ ഫോണൊക്കെ. എനിക്കറിയില്ല. അവിടെ ഈ ഇത് മുജാഹിദ് വേറെ തുടങ്ങിയിരിക്കണോ? എനിക്ക് ഏതായാലും അവിടെ പറ്റൂലല്ലോ. രണ്ടിടത്തും കൂടി പോകാൻ പറ്റുന്ന സ്ഥലമേ പറ്റുള്ളൂ. ആ മതി, കുറച്ച് മതി ട്ടാ കറി. ജാരിൻ്റെ എടുക്കാം. നമ്മളെ തൈരില്ല, ഇവിടെ തൈരില്ല. തറവാട്ടിങ്ങനെ അതാ ഇവിടെ. ആ ശരി. ഞാൻ തന്നെ റിസുവിനെ ഉറക്കാൻ വേണ്ടിട്ടേ ഇവിടെ പോകുന്നതാണ്. എത്ര പറഞ്ഞു? മുന്തിരി ജ്യൂസാണ് മക്കളെ. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെ മുന്തിരി ജ്യൂസ് അടിച്ചാൽ. ഇതാണ് മുന്തിരി നമ്മൾ നല്ലോണം ഞാൻ പഠിച്ചിട്ടാണ് അടിച്ച് പകുതി വയ്ക്കണം. ഇപ്പോഴാണ് ഇത് വേടിയെടുത്താലോ എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അടിച്ചുകൊണ്ട് 3/4 ഭാഗം വയ്ക്കണം. എന്നാലും ഞാൻ അടിക്കല് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഈ മുന്തിരി നല്ലോണം കഴുകിക്കാണ്ട് നമ്മൾ തിളപ്പിച്ചുകാണ്ട് വെച്ചതായിരുന്നു. അപ്പോൾ ചൂടാറിയതിൻ്റെ ശേഷം അത് മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ലോണം ചൂടാറണം. അല്ലാതെ മിക്സിയിൽ നമ്മൾ അടിക്കുമ്പോൾ തെറിച്ച് ഒന്നായിട്ട് പോകും. എന്നിട്ട് നമ്മളിത് അടിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ തന്നെ വെക്കണം. എന്നാലേ ആ പാതി കഴിഞ്ഞ് ഒഴിവായി പോകുള്ളൂ. നല്ല ചോന്ത കളർ വെള്ളം കിട്ടണമെങ്കിൽ കുറേ സമയം വെള്ളം കിട്ടണം. എന്നിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുക.
പഞ്ചസാര ഇത്ര തോന്നിട്ടുണ്ട് എന്താ വെച്ചാലേ നമ്മളിത് വെള്ളം നോട്ടില്ല. അപ്പം ഫ്രിഡ്ജിൽ വെക്കാൻ പാകത്തിലുള്ള വെള്ളത്തിൽ നമ്മൾ അടിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ചെമ്പ് വെള്ളം ആക്കും മുന്തിരി. അപ്പം അതിലേക്കുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് അടിച്ചാണ് കേട്ടോ. കുറേ സമയം നമ്മൾ ജ്യൂസ് അടിക്കുന്ന മാതിരി അടിച്ചൊന്നും വേണ്ട, കുരൊന്നും കഞ്ഞി പോകണ്ട. വെറുതെ ഒന്ന് കറക്കിയിട്ട് അത്ര അടിച്ചാൽ മതി. എന്നിട്ട് നമ്മളിതാ അരിപ്പ വെച്ചിട്ട് അരിപ്പേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. നല്ല കട്ടിയാണ്. മുന്തിരി ജ്യൂസ് ആകുമ്പോൾ കട്ടില്ലാതെ വെള്ളമായി കൊടുക്കണം. അപ്പോൾ ഈ കട്ടി ഇങ്ങനെ കുറഞ്ഞ് കിട്ടാൻ നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇളക്കിയെടുക്കുക. ഇപ്പോൾ ഈ 2 കലത്തിലാണ് ഇപ്പോൾ നമ്മൾ അടിച്ചു വെച്ചത്. ഇതിപ്പോൾ ഇനി വലിയൊരു കലത്തൊക്കെ ആക്കും. നല്ല തണുത്ത വെള്ളം നോമ്പറക്കുന്ന സമയം തണുത്ത വെള്ളം നന്നായിട്ട് ഒഴിച്ചിട്ട് നമ്മൾ കുറേ ജ്യൂസ് ആക്കി വെക്കുക. അപ്പോൾ ഇങ്ങനെയാണ് മുന്തിരി ജ്യൂസൊക്കെ അടിക്കൽ. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക ഞങ്ങളൊക്കെ എങ്ങനെയാണ് മുന്തിരി ജ്യൂസ് അടിക്കൽ എന്നുള്ളത് കേട്ടോ. എന്താടാ രണ്ട് പാത്രത്തിൽ കളിക്കാൻ പറ്റില്ല, ഒരു പാത്രത്തിൽ കളിക്കണം. പോവാം. ലൈറ്റോ പയ്യണ്ടോ റിസൾട്ടുണ്ട് 10 രൂപ ഇട്ടിട്ട് ഞാൻ കേട്ടോ പോരാ അമ്മടണം. അപ്പം നമ്മൾ പൊരിക്കടികളൊക്കെ ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ്. ജ്യേഷ്ഠത്തിൻ്റെ ചെറിയ മോളും ഉണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി സമൂസ ചുറ്റുകയാണ് കേട്ടോ. മറ്റുകൾക്കൊക്കെ ഓരോരോ പണിയിലാണ് എല്ലാവരും. അപ്പോൾ സമൂസകളൊക്കെ ഉണ്ടാക്കി വെച്ച് അത് പിന്നെ ഒക്കെ അധികം ചുറ്റിയെടുത്തത് സമൂസ ചുറ്റിയെടുത്തതൊക്കെ എൻ്റെ ജ്യേഷ്ഠത്തിയാണ്. ജ്യേഷ്ഠത്തിനും ഓളെ ചെറിയ മകളുമാണ്. അപ്പോൾ ഓളെ ഹസ്ബൻഡ് ഹോട്ടൽ പണിക്കാരനാണ്, ഹോട്ടലാണ് പിന്നെ അതിൻ്റെ ജോലി ഹോട്ടൽ പണിയാണ്. അപ്പോൾ ഓൾക്ക് നല്ലോണം പുളിയുണ്ട്, അസിസ്റ്റൻ്റാണ് ഹസ്ബൻഡിൻ്റെ. അപ്പോൾ ഓളെ നല്ലോണം ചുറ്റി കൊടുക്കലും പൊരികളൊക്കെ വീട്ടിലുണ്ടാക്കലൊക്കെ ഓൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഓളെ സ്പെഷ്യലാണ് കാര്യമായിട്ട്. സമൂസയുണ്ട്, കൊക്കവടയുണ്ട്, അത് ഓളും മകളുമാണ്. ഫുഡുകളൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത് കേട്ടോ. ഒരു സാധനം പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടില്ല, ഒക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ ഫുഡാണ്. 2 ഐറ്റംസ് ജ്യൂസും പിന്നെ 2 ഐറ്റംസ് പൊരിയും പിന്നെ ബിരിയാണിയും പത്തിരിയും പിന്നെന്താ ബീഫ് വരട്ടിയതും ചിക്കൻ ബിരിയാണി കേട്ടോ. പിന്നെ പൊറോട്ട അങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. പിന്നെ സാധാ നമ്മളെ ചിക്കൻ ബിരിയാണിയും പിന്നെ പത്തിരിയും ചിക്കൻ കറിയും ബീഫ് വരട്ടിയതും നമ്മളെ വീട്ടുകാർ തന്നെ കേട്ടോ. എനിക്ക് 3 ജ്യേഷ്ഠത്തിയാളുണ്ട്, ഇനിയും കൂട്ടി 4 ആൾ. അപ്പം 4 പിന്നെ മരുമക്കളാണ് കേട്ടോ. പിന്നെ 4 ആങ്ങളാരും ഓലെ പെണ്ണുങ്ങളും ഓലെ മക്കൾ പേരമക്കൾ ഞങ്ങൾ പേരക്കാരന്നെ കേട്ടോ. വേറെ ആരുമില്ല. 25ാമത്തെ ആണ്ടാണ് ഉമ്മാൻ്റെ. അപ്പോൾ എല്ലാ ആണ്ടും ആദ്യത്തെ ഇങ്ങനെ എല്ലാം വലിയ ഉഷാറിലൊക്കെ ഇങ്ങനെ കഴിച്ചും. ഇപ്പോൾ ലാസ്റ്റ് 25ആയില്ലേ. അപ്പം നമ്മൾ പേരക്കാരിങ്ങനെ പേരമക്കളെല്ലാവരും ഒന്നും എത്തിയിട്ടില്ല. അവരൊക്കെ ഇനി പെരുന്നാളായില്ലേ, അപ്പോൾ പെരുന്നാൾക്കേ വരുള്ളൂ. അപ്പോൾ പേരമക്കളൊന്നും ആരും എത്തിയിട്ടില്ല. അപ്പോൾ നമ്മളമ്മക്കും വേണ്ടി ഉമ്മാൻ്റെ 25ാമത്തെ ആണ്ടാണ്. ഉമ്മാക്കും വേണ്ടി പറ്റണവരൊക്കെ ഒരു ഫാത്തിഹ ഓതിക്കാണ് ദുആ ചെയ്യണം. ഉമ്മാക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. ഉമ്മാൻ്റെ ഖബർ ജീവിതം വിശാലമാക്കി കൊടുക്കട്ടെ, ആമീൻ. പിന്നെ ഉസ്താദ് വൈകുന്നേരം അസർക്കന്നെ വന്നതായിരുന്നു പോയിട്ടോ. പിന്നെ അത് പള്ളിക്കൽ മുക്കറിയാണല്ലോ. അപ്പോൾ പിന്നെ ബാങ്ക് കൊടുത്തതിൻ്റെ ശേഷമാണ് പിന്നെ അത് ചായ അടിച്ചാണൊക്കെ വന്നത്. ولدته مقتولا ومكحولا كما قد جاء في الخبر الصحيح المسند يا ربي صل على النبي محمد إنما تنذر من تبع ذكر بشير الرحمن. അപ്പോൾ മോലേരൊക്കെ ഇതായിരുന്നു പോയിട്ട്. അപ്പോൾ നോമ്പർക്കുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ റെഡിയാക്കുകയാണ്.
അപ്പോൾ എല്ലാവരും ഒന്നും അപ്പം എത്തിയിട്ടില്ല. മരുമക്കളൊക്കെ മലപ്പുറത്തുനിന്ന് അങ്ങനെ കുറേ ദൂരത്തു നിന്നൊക്കെ എത്താനുള്ളവരും ഓരൊക്കെ പിന്നെ ആ അസർക്ക് തന്നെ എത്തിയിട്ടില്ല. അരുവിക്കാണ് എത്തേണ്ടത് കേട്ടോ. ഉസ്താദ് പിന്നെ പള്ളിക്കലെ മുക്രിയാണല്ലോ, അപ്പോൾ ആ ബാങ്ക് കൊടുത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ പറഞ്ഞപ്പോൾ അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ വീട്ടിലുള്ളവരൊക്കെ ചായ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മുന്തിരി ജ്യൂസ് ഉണ്ട്, ലൈമുണ്ട്. ലൈമിൻ്റെ ആങ്ങളുടെ എൻ്റെ കുഞ്ഞാപ്പൂൻ്റെ വകയാണ് കേട്ടോ. അടിപൊളി ലൈമാണ്. അപ്പോൾ എല്ലാവരും ലൈം കുടിച്ചോലൊക്കെ ചോദിച്ചേക്കണ്. ലൈം സൂപ്പറായിക്കണ്, ഓൻ്റെ സ്പെഷ്യലാണത്. അപ്പോൾ ഓന് ഉണ്ടാക്കിയ ലൈമാണത്. അണ്ടിപ്പരിപ്പും ഏലക്കായും പിന്നെ കെട്ടുകാണ്ടുള്ള ഇഞ്ചി ഒക്കെ ഇട്ടുകാണ്ട് നല്ലൊരു സൂപ്പർ ലൈമാണത്. നല്ല ടേസ്റ്റ്. എൻ്റെ മുത്തച്ഛന്മാർ ആങ്ങളാരെ എല്ലാവരും ഉണ്ട് കേട്ടോ അതിൽ. ഇപ്പോൾ ഫ്രൂട്ട്സും ചായയും വെള്ളമൊക്കെ കുടിച്ച് കാണും. നിസ്കാരമൊക്കെ കഴിഞ്ഞാലിപ്പോൾ ഫുഡ് കഴിക്കാൻ കേട്ടോ. ബിരിയാണി ഉണ്ട്, പത്തിരി ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, ബീഫ് വരട്ടിയതുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഫുഡ്. അപ്പോൾ എല്ലാവരും പോവുകയാണ്. അപ്പോൾ നമ്മൾക്ക് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും ലൈവൊക്കെ എത്താം. എല്ലാവരും നോൻപ് ലൈവ് ഇട്ടിട്ട് ചീത്ത അറിയാം. നിങ്ങൾക്ക് ഓതിക്കൂടെ താത്താ, സ്റ്റേജിലൂടെ താത്താ. അതല്ല, ആ കാണ്ടോൽക്ക് നിസ്കാരമൊന്നുമില്ല, ഓരെന്തിലൊന്നും തിരക്കാണ്. ഞാൻ പറഞ്ഞു സൗജി നിസ്കരിച്ചാൽ നിങ്ങൾ നിസ്കരിച്ചാൽ മതി, നമ്മൾ തിരക്കല്ലേ. കൂടുതൽ പറയില്ല, നമ്മൾ കാണ്ടോലൊന്നും ഇല്ലാതാവണ്ടല്ലോ വെച്ചിട്ട്. ആ നേരക്കല്ലേ അങ്ങനെ പറയുന്നേ. അപ്പൊ ആ തെറി കേൾക്കണ്ട വെച്ചിട്ട് നിസ്കരിച്ചാ. ആ അതിൻ്റെ കേടില്ല, എന്നാലും വല്ലപ്പോഴും കേറിക്കോ.